ഹലോ നമസ്കാരം, ഞാൻ അപർണ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ഒരു 3 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ 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 ക്ലിപ്പ് ആൻഡ് ബൈറ്റ്സ് ആണ്. അതായത് ഈ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അവധിയായിരുന്നു. തിങ്കളാഴ്ച ഇവിടുത്തെ പ്രസിഡൻസ് ഡേ ആണ് അതായിരുന്നു. അപ്പോൾ ആ ഒരു 3 ദിവസം മൊത്തത്തിൽ നമുക്ക് കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാനും ഒക്കെ പുറത്ത് പോകാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അതിന് മുന്നേ ഉള്ള 2 ആഴ്ച കംപ്ലീറ്റ് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. സാധനങ്ങളൊന്നുമില്ല, ഫ്രിഡ്ജ് കാലി, ഫ്രൂട്ട്സ് വെജിറ്റബിൾ എല്ലാം തീർന്നു. അപ്പോൾ അതുകൊണ്ട് കുറേയേറെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നേരെ രാവിലെ വന്നേക്കുന്നത് കോസ്റ്റ്കോയിലാണ്. അപ്പോൾ രാവിലെയൊക്കെ വന്നാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അധികം തിരക്ക് കാണത്തില്ലേ. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ പാൻ ഉണ്ടല്ലോ, നമ്മൾ കുക്ക് ചെയ്യുന്ന, അത് നല്ലപോലെ ചീത്തയായിട്ടുണ്ടായിരുന്നു. അത് സ്ക്രാച്ചൊക്കെ വന്നു, അങ്ങനെ മോശമായി. അപ്പോൾ എനിക്ക് നല്ലൊരു കുക്ക് വെയർ വാങ്ങിക്കണമെന്ന് നോക്കണം. അത് വല്ല കോസ്റ്റ്കോയിൽ നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കി വന്നപ്പം ഈ ഒരു ബ്രാൻഡ് കുഴപ്പമില്ലാത്ത റേറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. അതൊരു 12 സെറ്റുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ബ്രാൻഡ്. ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സംഭവം തന്നെ ആയിരുന്നു. അപ്പോൾ 12 പീസുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ബിരിയാണി വെക്കാൻ സെപ്പറേറ്റ് ഒന്നും പാത്രമില്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പാത്രമില്ലേ, അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു പാത്രം ഇതുപോലെ വാങ്ങിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കുക്ക് വെയർ നമ്മൾ എടുത്തു കേട്ടോ. കോസ്കോ ആകുമ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കിട്ടും. നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നമുക്ക് ഇവിടുത്തെ നാട്ടിലെ പോലെ ഇവിടുത്തെ ഏതാ നല്ല ബ്രാൻഡ് എന്നൊക്കെ നമുക്കങ്ങനെ കൂടുതൽ അറിവൊന്നുമില്ലല്ലോ. അപ്പോൾ കോസ്കോയിലാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിരിക്കുമെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയിട്ട് കുറച്ച് പച്ചക്കറി ഇവിടുന്ന് മെയിനായിട്ട് വാങ്ങിക്കുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ സവാള ആണ് കേട്ടോ. അല്ലാതെ സവാള, ക്യാപ്സിക്കം, ഈ ചെറിയ ക്യാപ്സിക്കം ഒക്കെ അത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മളാണെങ്കിൽ ഫ്രൂട്ട്സാണ് വാങ്ങിക്കുന്നത്. ഈ ഒരു വെള്ളം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ തേങ്ങാ വെള്ളം. അപ്പം ഇവിടെ വന്ന എവിടെയെങ്കിലും അവളത് കണ്ടുപിടിച്ച് അവളതെടുത്ത് നമ്മുടെ ട്രോളിയിൽ വെക്കും കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ പോയത് ഒരു ഫർണിച്ചർ സ്റ്റോറിലാണ്. വീട്ടിലാണെങ്കിൽ നമ്മൾ വന്ന സമയത്ത് ഒരു 1.5 വർഷം മുന്നേ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ സോഫ വാങ്ങി. പക്ഷേ ആ വന്നിടയ്ക്കായതുകൊണ്ട് നമുക്ക് അത്രയ്ക്കുള്ള ബഡ്ജറ്റിലുള്ള സാധനം കിട്ടാതെ നമ്മളൊരു തൽക്കാലത്തേക്കൊരു സോഫ വാങ്ങി. അത് നല്ലപോലെ മോശമായി കേട്ടോ. കാരണം പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ മോളിങ്ങനെ ഇതുപോലെ നല്ലപോലെ അഴുക്കാക്കും. കാരണം ഫുഡ് എടുത്തിടുക, വെള്ളം ഒഴിക്കുക, അങ്ങനെ ഇങ്ങനെ. ആ ഒരു സമയത്ത് പെട്ടെന്ന് വാങ്ങിയായതുകൊണ്ട് നമ്മൾ അത്ര വിലയുള്ളതും അല്ലായിരുന്നു വാങ്ങിക്കുക. അപ്പം നല്ലൊരെണ്ണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വാങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് നോക്കിയുള്ളൂ, 2-3 കടകളോടെ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കന്. അപ്പം രാത്രിയിലത്തേക്ക് അപ്പം അത് റെഡിയാക്കുവാണ്. അപ്പം ഇന്നാണെങ്കിൽ ശനിയാഴ്ച ആണല്ലോ. അപ്പം വെള്ളിയാഴ്ച വാലന്റൈൻസ് ഡേ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല, കാരണം ഹസ്ബൻഡിനും വർക്കൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച് ഗ്രില്ലൊക്കെ ചെയ്ത് കുറച്ച് ഇഷ്ടമുള്ളൊരു സിനിമയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ തന്തൂരി സാലഡ് ഉണ്ടല്ലോ, ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ. ആകെപ്പാട് അതിനകത്ത് മുളക് പൊടി, ഉപ്പ്, പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ, പിന്നെ ജീരകപ്പൊടി, നാരങ്ങ നീരും, പിന്നെ നമ്മുടെ മല്ലിയില. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇപ്പം നിങ്ങൾ തന്തൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് സാലഡ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ച് കേട്ടോ. എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. ഓൾമോസ്റ്റ് നോക്കി വന്നപ്പോഴത്തേക്ക് എല്ലാം തന്നെ ഫ്രൂട്ട്സൊക്കെ തന്നെ ആയിരുന്നു. ആകെപ്പാടെ 2-3 സാധനം മാത്രമേ വേറെ വാങ്ങിയിട്ടുള്ളൂ. ഒന്ന് ചെറിയ മുട്ട ഉണ്ടല്ലോ, അതിവിടെ അങ്ങനെ കുറച്ചാൾ മുന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഇടയായിട്ട് ആ ചെറിയ മുട്ടയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നാരങ്ങ വെള്ളം, അതുപോലെ കുറച്ച് ക്രീം, പിന്നെ നമ്മുടെ ഡിഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇവിടുന്ന് കോസ്കോയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ കുറച്ച് ലാഭമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. പിന്നെ സവാള
ഇവിടെ ബൾക്കായിട്ടാണ് കിട്ടുന്നത്. വലിയ സവാളയൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി വെക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ചിക്കനും റെഡിയാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നമ്മൾ ഫുൾ ചിക്കൻ ഇവിടെ എനിക്കൊന്ന് 2-3 തവണ എങ്ങാണ്ടേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് ഇത് ഇത്രയൊന്നും നമുക്ക് കൂടുതലായിരിക്കുമേ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് തലേന്ന് അടുത്ത ദിവസം ഞങ്ങൾ എനിക്ക് തോന്നുന്നു റൈസിൻ്റെ കൂടെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കുക്ക്വെയർ ഇനി തുറക്കുക കേട്ടോ. അപ്പോൾ മോൾ ഇവിടെ നിന്ന് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ അത് ഉണ്ടാക്കിയപ്പോൾ ആ സൂപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്തുനിന്ന് ഇങ്ങനെ മുറി വരുന്ന സൂപ്പ് ഉണ്ടല്ലോ, അതെടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിങ്ങനെ അത് ഫുള്ള് ഒന്ന് തുറന്നെടുക്കുമായിരുന്നു. കുറേ സമയം എടുത്തോട്ടോ ഇതൊന്ന് തുറന്ന് റെഡിയാക്കാനായിട്ട്. ഞാനാണെങ്കിൽ ഈ കുക്ക്വെയർ സെറ്റ് ഇപ്പോൾ ഒരു പാൻ മാത്രം നിങ്ങൾക്ക് മതി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല കേട്ടോ. ഇല്ല നിങ്ങളുടെ കയ്യിൽ പാത്രങ്ങളൊന്നുമില്ല, നിങ്ങൾ പുതുതായിട്ട് ഇവിടെ വരുവാണ്, നിങ്ങൾക്ക് പാത്രങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിയാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നേ. അപ്പം ഞങ്ങൾ ആ വന്ന സമയത്ത് ആകെ 2 ഇതുപോലെ പാൻ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് വാങ്ങിക്കല്. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഇത് $134 നമുക്കായിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് കുറച്ച് കോസ്റ്റ്ലി ആണ്. നല്ല സാധനമാണ്, പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഒറ്റ ഇതാണ് വേണ്ടതെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ കമ്പനിയുടെ തന്നെ ഒറ്റയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പൊ ഇത്രയാണ് സെറ്റ്. ഇത് എത്ര 12 പീസ് അല്ലേ? 12 പീസിന്റെ സെറ്റാണ്. ഇത്രയും ഐറ്റംസ് ഉണ്ട്. നോക്കാം, ഞാൻ എന്തായാലും ഉപയോഗിച്ച് നോക്കാന്ന് വിചാരിച്ചു. നല്ലതാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല, ഇത് നോൺ സ്റ്റിക്ക് ആണ്. നോൺ സ്റ്റിക്ക് നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അതെ, ബിരിയാണി ഒക്കെ വെക്കുമ്പോഴേ എനിക്ക് വലിയ പാത്രം അങ്ങനെ വേണം. പിന്നെ ഇത് എടുക്കാം. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ബോയിലർ ഉണ്ട്, ഒരു വലിയൊരെണ്ണമുണ്ട്. പിന്നെ ഈ ടൈപ്പ് 1, 2, 3, 4 എണ്ണം ഉണ്ട്. ഈ ഒരു ടൈപ്പ്, ഈ ചെറുത് തൊട്ട് വലുത് വരെ. പിന്നെ ഇങ്ങനെ ഈ ടൈപ്പ് കുഴിഞ്ഞ ടൈപ്പ് ഉള്ളത് 3 എണ്ണമാണ്. ചെറുത് തൊട്ട് ഈ വലിയത് വരെ ബിരിയാണി. പിന്നെ ഒരു ബോയിലർ സ്റ്റീമർ ഉണ്ട്. അപ്പോൾ നോക്കാം, ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ലതാണോ എന്ന് ഞാൻ പറയാം. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഈ ഒരു ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. എനിക്കിപ്പം പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, കുറച്ച് യൂസ് ചെയ്ത് നല്ലതാണോ എന്ന് നോക്കിയിട്ട് പറയാമേ. ഈ ഒരു കമ്പനിയുടെയാണ് നമ്മൾ വാങ്ങിയത്. അപ്പം അത്യാവശ്യം നല്ല അളവുണ്ടായിരുന്നു. പല ടൈപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഡിഷ് ഉണ്ടാക്കാനും ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലല്ലേ. ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രാച്ചും ഒക്കെ ഉണ്ട്, അവിടെ ഇവിടെ എല്ലാം സ്ക്രാച്ച് വന്നു. പിന്നെ ഒരുമാതിരി എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരുമാതിരി കറുത്ത ഒരുമാതിരി ആയിട്ടുണ്ട് ഇത്. അപ്പം ഇതെന്തായാലും മാറ്റിയേ ഒക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഇതിപ്പോൾ മാറ്റുന്ന കേട്ടോ. ഇതിനെക്കാട്ടി കഷ്ടമാണ് മറ്റേത്. അതുകൊണ്ട് സ്ക്രാച്ച് എല്ലാം ശരിക്കും നോക്കിയാൽ മനസ്സിലാവും, നല്ല സ്ക്രാച്ച്. ഇത് അടുത്ത ദിവസമാണ്. അപ്പം ഞായറാഴ്ച നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലോട്ട് പോവാണ്. പൊതുവെ വൈകുന്നേരം ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് ഇപ്പം കുറച്ച് ആളായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. നമുക്കൊന്നും നോക്കിയെടുക്കാനൊക്കത്തില്ല, നമുക്ക് ട്രോളി കൊണ്ടാൻ പോലും സ്ഥലം ഉണ്ടാകത്തില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ രാവിലെ നമ്മൾ വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം നമുക്ക് നോക്കിയെടുക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മനസ്സമാധാനമായിട്ട് നമുക്കിങ്ങനെ നോക്കിയെടുക്കാൻ പറ്റി കേട്ടോ. സാധാരണ രാത്രി ഞങ്ങൾ ഒരു സന്ധ്യ സമയത്താണ് പൊതുവെ വരുന്നത്. അപ്പം ഇതാണ് പ്രശ്നം.
ദേ ഈ ഒരു വീഡിയോ എനിക്ക് എടുത്തു തരുന്ന ദേവു കേട്ടോ. അത് അവളിങ്ങനെ നോക്കുന്നുണ്ട്, അവളെ എന്നെ ഇങ്ങനെ നോക്കുക ശരിയാന്നോ ശരിയാന്നോ എന്നൊക്കെ. പിന്നെ ഈ ഇടയായിട്ട് നമ്മൾ ഇവിടുന്നാണെങ്കിൽ മറ്റേ നമ്മുടെ ചക്ക ഉണ്ടല്ലോ, ചക്കയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ വേവിച്ചൊക്കെ നോക്കി, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തായാലും ഫ്രഷ് ചക്കയുടെ ഒന്നും ഒരിത് കിട്ടത്തില്ല. ഇതെല്ലാം ഇവിടുത്തെ ഫ്രോസൺ ഏരിയ ആണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു കടയിൽ വീണ്ടും സോഫ നോക്കാൻ പോയി. പക്ഷെ അത് ഞാൻ ക്ലിപ്പ് എടുത്തില്ല. അപ്പം അവിടെ വെച്ച് കണ്ട ഒരു ചെടിയാണ് ഞാൻ വാങ്ങിയത്. ഇതേണ്ട, ഇതാണ് ഈ ചെടി. നല്ല രസമല്ലേ കാണാൻ. ഈ ചെടിയാണെങ്കിലുണ്ടല്ലോ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിനധികം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട അധികം ആവശ്യമില്ല. ഭയങ്കര ഡ്രൈ ആയാൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഈ ചട്ടി നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. ചട്ടിയുടെ അടിയിൽ സാധാരണ ചകിരിയൊക്കെ ഇടണമായിരുന്നു. പക്ഷെ ചകിരിയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ടിഷ്യൂ എടുത്തിട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. ഇത് ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്നും പറയല്ലേ, കാരണം എനിക്കറിയാൻ പാടില്ല. എന്നാലും ഞാൻ അതങ്ങ് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് മണ്ണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ അതിനകത്ത് ഇട്ടിട്ട് ഈ ചെടിയൊന്ന് ആ ചട്ടിയിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാനാണെങ്കിൽ ബാൽക്കണിയിലാണ് വെച്ചത്. അപ്പം നല്ല രസമാണ്. ഇതിനൊരു ഇതെന്ന് പറഞ്ഞൊരു ഇപ്പം നമ്മുടെ കള്ളിമുൾ ചെടിയൊക്കെ ഇല്ല, അതിൻ്റെ ഒരു അതുപോലെ തന്നെയാണ്. അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇതിൽ. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അധികം വെള്ളം ഓവറാകാൻ പാടില്ല. ഇത് നല്ലപോലെ മണ്ണ് മൊത്തം വെള്ളം വറ്റി ഡ്രൈ ആയാൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് ഇതിനകത്ത് മെയിൻ്റെനൻസും കുറവാണല്ലോ, ജസ്റ്റ് വെച്ചാൽ മതി, വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇപ്പം ഇവിടെ തണുപ്പ്, മഞ്ഞ്, പിന്നെ ഇടയ്ക്ക് ഒരു മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചെടി അങ്ങനെ ഇരിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഇതിനാണെങ്കിൽ പല കളേഴ്സും ഉണ്ടായിരുന്നേ. എനിക്കൊന്ന് പിങ്ക് ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ലതായിട്ട് വളർത്തി നോക്കാം, ഇത് നല്ല രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് അടുത്ത കളറൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വെച്ചിട്ടോ. എന്നിട്ട് ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി വന്നില്ല ആ ഒരു വെള്ള അതിൻ്റെ പോട്ട്, അതിനകത്ത് ഞാനാണെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ മുള വന്ന് അത് വലുതാവുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ നല്ലപോലെ വെള്ളം ഒഴിക്കണം നമ്മൾ. അതുപോലെ ആണെങ്കിൽ ഇത്തവണയാണെങ്കിൽ നമ്മൾ കരിവേപ്പിലയാണെങ്കിൽ വാങ്ങിയിട്ട് വന്നത് അതിൻ്റെ ഒരു തണ്ട് നല്ല മൂത്ത തണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് കുഞ്ഞ് നമ്മുടെ കുപ്പിയുടെ ഇതിനകത്ത് ഞാനതിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്, കുപ്പിക്കകത്ത്. അതെനിക്കറിയത്തില്ല കിളിക്കോ ഇല്ലയെന്ന്. അഥവാ കിളിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഇതൊക്കെ എൻ്റെ ഓരോരോ കലാവിരുദ്ധ, എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ ശരിയാവുമെന്ന്. അപ്പോൾ ഈ ചെടിയുടെ കളറ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനങ്ങ് എടുത്തതാണ്. അപ്പം ഇതുവരെ ഒന്നും നടാത്തത് ഇതിവിടെ ആണെങ്കിൽ ഒന്നാമത് മണ്ണില്ലായിരുന്നു. അപ്പം മണ്ണുണ്ടെങ്കിലല്ലേ നടാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ഇങ്ങനെ നിന്നത്. അപ്പം ഇനിയിപ്പോൾ പെയ്യെ പിന്നെ നമ്മൾ റെൻ്റലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം എന്താ പറയുക വെളിയിൽ നടന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചട്ടിയിലൊക്കെയല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദേവുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ദേവ് ഇങ്ങനെ വന്ന് എന്താ ചെയ്യുന്നത്, അതെവിടെ ചെയ്യുന്നത്, ഞാൻ തൊട്ടോട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പം ഇതാട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിന് ഇല വെച്ചിട്ടാണ് നമ്മൾ നടുന്നത്. ഇപ്പം നമുക്ക് വേറൊരെണ്ണം നടണമെങ്കിൽ ഇതിനകത്ത് ഇല കിളിർപ്പിച്ചിട്ടാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട് ഇതിന്. അപ്പം ഞാൻ പറയാം, ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ അറിയിക്കാമേ. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം നമ്മൾ രാവിലെ തന്നെ പോകുന്നത് അമ്പലത്തിലോട്ടാണ്. കുറേ നാളുകൂടി അമ്പലത്തിൽ പോകുന്നത്, ഏകദേശം ഒരു 1-2 മാസമായിരുന്നു അമ്പലത്തിൽ പോയിട്ട്. ഇതിവിടുത്തെ ആണെങ്കിൽ ഡൗൺ ആണ്. നമ്മൾ ഒർലാൻഡോ കുറച്ച് മാറി മെയിൻ ടൗണിൽ നിന്ന് മാറിയിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻ്റൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകുന്നത് ഈ ഡൗൺ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ്. കാസിൽബറി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയായിരുന്നു കേട്ടോ.
മെയിനായിട്ട് നമ്മൾ ഫുഡൊന്നും കഴിക്കാതാണ് പോയത്. കാരണം നമ്മുടെ അവിടെ ഒരു പ്രസാദ് ഭവനുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് മെയിനായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കുറേ നാളുകൂടി നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാമല്ലോ. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്, അധികം റേറ്റും ഇല്ലാത്ത ഒരു ആ ഒരു സ്ഥലമായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. പക്ഷേങ്കിൽ നമ്മൾ ആദ്യം തന്നെ വന്ന് നോക്കിയത് അത് തുറന്നിട്ടുണ്ടോ എന്നായിരുന്നു. അന്ന് തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായിപ്പോയി തുറക്കാഞ്ഞിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമിച്ച് ഞങ്ങൾ പിന്നെ ഓക്കെ എന്തായാലും തുറന്നില്ലെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ കയറി വന്നിട്ട് അമ്പലത്തിനകത്ത് നമുക്ക് പ്രസാദമൊക്കെ കിട്ടും, ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കിട്ടും, എന്നാലും നമുക്ക് വയറ് നിറയത്തില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെയാണെങ്കിൽ പോകുന്നത് കുറച്ച് എന്തെങ്കിലും കഴിക്കണമല്ലോ, വിശപ്പാണല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. ഈ അമ്പലത്തിന്റെ ബാക്ക് സൈഡാണ് ഇത്. ഫ്രണ്ട് കുറച്ച് ഗോപുരമൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതാ പിന്നെ ഞാൻ അത് കാണിക്കാഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഇനി എന്തായാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അവിടെ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നേ. നമ്മൾ ആദ്യമായിട്ടുമാണ് അവിടെ, ഇതുവരെ പോയിട്ടേ ഇല്ലായിരുന്നേ. അപ്പം അവിടെ കയറി എന്താ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. ഏകദേശം നമ്മുടെ കേരള ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡൊക്കെ ആയിരിക്കും അവിടെ എന്ന് വിശ്വസിച്ചാണ് പോയത്. നല്ല വിശ്വസിച്ച പോലെ നല്ല ഫുഡൊക്കെ ആയിരുന്നു, നല്ല ആംബിയൻസ്. എനിക്ക് ഫുഡും ഇഷ്ടപ്പെട്ടു, അതിനകത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ കഴിച്ചെന്ന് ഞാൻ പറയാമേ. ഇതതിൻ്റെ വെളിയിലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. നമ്മളവിടെ ജ്യൂസ് മോക്കാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു മാംഗോ ജ്യൂസാണ് വാങ്ങിച്ചത്. സോറി, മാംഗോ അല്ല, ഓറഞ്ച് ജ്യൂസ്. എനിക്കൊരു മോക്ടെയിൽ വാങ്ങിച്ചത്. പിന്നെ നമുക്ക് ചിപ്സൊക്കെ നമുക്ക് അവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. സൽസ ഉണ്ടല്ലോ, നമ്മുടെ ടൊമാറ്റോ വെച്ചിട്ടുള്ള അതും കിട്ടും, ഡിപ്പും കിട്ടും. പിന്നെ നമ്മൾ വാങ്ങിയ ഡിഷ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒന്ന് ബറിറ്റോസ്, പിന്നെ എങ്കിലിഡാസ്. എനിക്ക് സ്പെല്ലിംഗ് ഒന്നും എൻ്റെ കറക്റ്റായിരിക്കത്തില്ല, പക്ഷെ സംഭവം അതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് മെക്സിക്കൻ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ആദ്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടുത്തെ കണ്ടില്ലേ, ഡിസൈനൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം മോളെ കൊണ്ട് ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കേട്ടോ. അവൾക്കാണെങ്കിൽ കുറേ നാളായിട്ട് പറയുകയാണ് ഇവിടെ പൂളിൽ പോകണം. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല, ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു 2-3 ദിവസം ഇച്ചിരി വെയിലൊക്കെ വന്നതുകൊണ്ട് അവളെ കൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അധികം വെയിലുണ്ടായിരുന്നെങ്കിലും പൊതുവെ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ നന്നായിട്ട് അതൊക്കെ എൻജോയ് ചെയ്തേ. കുറേ നേരം അതിനകത്ത് കയറിയിട്ടും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു പനി പിടിക്കുമോ എന്തെങ്കിലും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ട്. പക്ഷെ കുറച്ചു നേരം നമ്മൾ അതിനകത്ത് ഇരുന്ന് നമ്മുടെ ആ ബോഡി അതിനകത്ത് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അഡ്ജസ്റ്റ് ആയി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൊരു ചെറിയ വ്ളോഗായിരുന്നു ഇത്. എന്താ പറയുക, ഒരു റാൻഡം വ്ളോഗാണ്. എല്ലാവർക്കും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. താങ്ക് യു.